ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ വിധത്തിലുള്ള അസുഖങ്ങളിൽ നിന്നും അലർജികളിൽ നിന്നും അണുബാധകളിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധശേഷി നൽകുന്നതിൽ പ്രധാനമാണ് മുലപ്പാൽ. പലവിധ കാരണങ്ങളാൽ അമ്മമാരിൽ നിന്ന് നേരിട്ട് മുലപ്പാൽ ലഭിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ആശ്വാസമാകുന്നത് ദാനമായി ലഭിക്കുന്ന മുലപ്പാലാണ്. അത്തരത്തിൽ മുലപ്പാൽ ദാനം ചെയ്യുന്ന ഒട്ടേറെ പേരുണ്ട്. മുൻ ബാഡ്മിൻ്റൺ താരം ജ്വാല ഗുട്ടെ മുലപ്പാൽ ദാനം ചെയ്യുന്നതിനെക്കുറിച്ച് നിരന്തരം പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ പ്രസവശേഷം ഒരു വർഷത്തിനിടെ ഏകദേശം 60 ലിറ്റർ മുലപ്പാൽ ഹൈദരാബാദിലെയും ചെന്നൈയിലെയും സർക്കാർ ആശുപത്രികളിൽ സംഭാവന ചെയ്തതായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജ്വാല ഗുട്ട. എക്സ്പോസ്റ്റിലൂടെയാണ് ജ്വാല ഇക്കാര്യം പങ്കുവച്ചത്. എന്തുകൊണ്ടാണ് ഇതേക്കുറിച്ച് പറയുന്നത് പ്രസക്തമാകുന്നതെന്നും ജ്വാല കുറിക്കുന്നുണ്ട്. വളർച്ച കുറഞ്ഞ 1 കിലോഗ്രാം ഭാരമൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് 100 മില്ലി ലിറ്റർ മുലപ്പാൽ ദാനം ചെയ്യുന്നത് ഏതാനും ദിവസങ്ങളിലേക്കുള്ളതാണ്. NICUവിൽ കിടക്കുന്ന കുട്ടികൾക്ക് ഇത് ഏറെ താങ്ങാകും. NICUവിലുള്ള പല കുഞ്ഞുങ്ങൾക്കും ആരോഗ്യ സംബന്ധമായ സങ്കീർണതകൾ കാരണം സ്വന്തം അമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ കഴിയുന്നുണ്ടാവില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ദാനം ചെയ്ത മുലപ്പാൽ കുഞ്ഞുങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷിയും പോഷകവും നൽകുന്നുവെന്ന് ജ്വാല കുറിക്കുന്നു. അസുഖം, മാനസിക സമ്മർദ്ദം, പോഷകാഹാരക്കുറവ്, പൂർണ്ണ വളർച്ചയെത്തും മുമ്പുള്ള പ്രസവം തുടങ്ങിയ സാഹചര്യങ്ങളിൽ അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ ഉടൻ മുലയൂട്ടാനാവില്ല. നിർണായകമായ ആദ്യ ദിവസങ്ങളിൽ ആ കുഞ്ഞുങ്ങൾക്ക് പോഷകവും പ്രതിരോധ ശേഷിയും ലഭിക്കുന്നത് ദാനമായി ലഭിക്കുന്ന മുലപ്പാലിലൂടെയാണ്, ജ്വാല പറയുന്നു. പ്രധാനമായും വളർച്ചയെത്താതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന നെക്രോടൈസിംഗ് എൻട്രോകോളിറ്റിസ് എന്ന ഗുരുതരമായ കുടൽ രോഗത്തിന്റെ അപകട സാധ്യത കുറയ്ക്കുന്നതിൽ മുലപ്പാലിന്റെ പങ്ക് ഏറ്റവും വലുതാണെന്നും ജ്വാല കുറിക്കുന്നു. അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ അന്വേഷിച്ച് എങ്ങനെ നിങ്ങൾക്ക് മുലപ്പാൽ ദാനം ചെയ്യാം എന്ന് നോക്കൂ എന്ന് പറഞ്ഞാണ് ജ്വാല കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒരു സർക്കാർ ആശുപത്രിയിലെ മുലപ്പാൽ ദാന ക്യാമ്പയിന്റെ ഭാഗമായതിനെക്കുറിച്ച് ജ്വാല തുറന്നു പറഞ്ഞിരുന്നു. അമ്മമാരില്ലാത്ത കുഞ്ഞുങ്ങളെയും ആശുപത്രിയിൽ കഴിയുന്ന മാസം തികയാതെ ജനിച്ചതോ ഗുരുതരാവസ്ഥയിലുള്ളതോ ആയ കുഞ്ഞുങ്ങളെയും സഹായിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും അന്ന് പറഞ്ഞിരുന്നു. മുലപ്പാൽ ജീവൻ രക്ഷിക്കുന്നു. മാസം തികയാതെയും അസുഖബാധിതരായും ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദാനം ലഭിക്കുന്ന മുലപ്പാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. നിങ്ങൾക്ക് ദാനം ചെയ്യാൻ കഴിയുമെങ്കിൽ സഹായം ആവശ്യമുള്ള ഒരു കുടുംബത്തിന് നിങ്ങളൊരു ഹീറോ ആകും. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുക, ഈ സന്ദേശം പങ്കുവെക്കുക, മിൽക്ക് ബാങ്കുകളെ പിന്തുണക്കുക എന്ന് കുറിച്ച് മുലപ്പാൽ ദാന ക്യാമ്പയിനും ജ്വാല നേരത്തെ തുടക്കമിട്ടിരുന്നു. സ്വമേധയാ മുലപ്പാൽ സംഭാവന ചെയ്യാൻ തയ്യാറുള്ള അമ്മമാരിൽ നിന്നാണ് അധികമുള്ള മുലപ്പാൽ ശേഖരിക്കുക. അമ്മമാർക്ക് അണുബാധകളോ പാലിലെ സുരക്ഷയെ ബാധിക്കുന്ന മറ്റ് അവസ്ഥകളോ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ ആരോഗ്യ പരിശോധന നടത്തിയതിനു ശേഷമാണ് സംഭാവന ചെയ്യുക. ശേഷം പാൽ ശുചിത്വത്തോടെ ശേഖരിച്ച് പാസ്ചറൈസ് ചെയ്ത് സുരക്ഷ പരിശോധിച്ച് ആവശ്യമുള്ള കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. ഇനി ആർക്കെല്ലാം മുലപ്പാൽ ദാനം ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആരോഗ്യവതിയായ ഏതൊരമ്മക്കും മുലപ്പാൽ ദാനം ചെയ്യാം. രക്തപരിശോധനയ്ക്കു ശേഷമായിരിക്കും പാൽ ശേഖരിക്കുക. HIV, ഹെപ്പറ്റൈറ്റിസ് B, ക്യാൻസർ എന്നീ രോഗങ്ങൾ ഉള്ളവരാകരുത്. മാനസിക രോഗങ്ങൾക്കും അപസ്മാര രോഗത്തിനും മരുന്ന് കഴിക്കുന്നവർ, 1 വർഷത്തിനിടെ രക്തമാറ്റ ചികിത്സകൾക്ക് വിധേയരായവർ, ചിക്കൻ പോക്സ്, 5-ാം പനി പോലുള്ള രോഗങ്ങൾക്ക് 3 മാസത്തിനുള്ളിൽ വാക്സിൻ എടുത്തവർ എന്നിവർക്ക് മുലപ്പാൽ ദാനം ചെയ്യാൻ കഴിയില്ല. പുകവലി, മദ്യപാനം, ലഹരി മരുന്ന് എന്നിവ ഉപയോഗിക്കുന്നവരും ആവരുത് അമ്മമാർ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.